നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളിയായ SIR നടപ്പിലാക്കിയിട്ടും വോട്ട് ശതമാനത്തിൽ RJDക്കോ കോൺഗ്രസിനോ കുറവുണ്ടായിട്ടില്ല. വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ ഇടിവ് RJDക്ക് സംഭവിക്കും എന്നൊക്കെ പല കണക്കൂട്ടലുകളാണ് BJPയും ഐക്യജനതാദളും നടത്തിയത്. വാസ്തവത്തിൽ RJDക്ക് സീറ്റ് നല്ലപോലെ കുറഞ്ഞു. അവിടെ 26 വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ഐക്യജനതാദൾ 84 BJP 89 വിജയിച്ചു. പക്ഷേ കളികൾ അവിടെ അവസാനിക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ഐക്യജനതാദൾ നേതാവായ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം മാത്രമല്ല മന്ത്രിമാരുടെ കാര്യത്തിലും BJPയോട് കാർക്കശ്യത്തോടെ പെരുമാറുകയാണ്. തങ്ങൾക്ക് ആധിപത്യമുണ്ട് എന്ന് കരുതി ഇത്തവണ കളിക്കാൻ വന്നാൽ പണി കിട്ടുമെന്ന് BJPക്ക് നന്നായി അറിയാം. കാരണം 84 സീറ്റുള്ള ഐക്യജനതാദളും 26 സീറ്റും 6 സീറ്റുമുള്ള ഇന്ത്യ മുന്നണി, അതായത് ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ 35 സീറ്റുകളാണ് ഉള്ളത്. 84 സീറ്റും ഈ ഇന്ത്യ മുന്നണിയുടെ സീറ്റും കൂടി ചേർന്നാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയും ഏതാനും ചില സ്വതന്ത്രരെ കൊണ്ട്. BJPക്ക് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദവി ആഗ്രഹമുണ്ടെങ്കിലും അത് നിതീഷിന് കൊടുക്കാതെ മറ്റു പണികൾ നടക്കില്ല. മഹാരാഷ്ട്രയിലെ അതേ തട്ടിപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിവെച്ച് കൊടുക്കുകയായിരുന്നു. BJP ആവുന്നത്ര സീറ്റുകൾ കൂടുതൽ ചോദിച്ച് മേടിക്കാനും ശ്രമിച്ചു. കാരണം അവർ മത്സരിക്കുന്ന എല്ലാ സീറ്റിലും വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ വോട്ടർ പട്ടിക തിരുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചിട്ടുണ്ടല്ലോ. മഹാരാഷ്ട്രയിൽ ഇത് തന്നെയാണ് നടന്നത്. മത്സരിച്ച ഒട്ടുമുക്കാൽ സീറ്റുകളിലും വലിയ തോതിലുള്ള കറപ്ഷൻ. ഒന്ന് ആലോചിക്കൂ, 7.25 കോടി വോട്ടർമാരുള്ള ബീഹാർ എന്ന സംസ്ഥാനത്തെ 4,60,00,000 വോട്ടുകൾ പോൾ ചെയ്തതിൽ വോട്ടുകൾ എണ്ണിയപ്പോൾ വീണ്ടും 2 കോടിയോളം വോട്ടുകൾ അധികം എണ്ണപ്പെട്ടു എന്നുള്ളത് ആരെയാണ് ഇവിടെ വഞ്ചിക്കാനും കബളിപ്പിക്കാനും ശ്രമിക്കുന്നത്? BJPക്കാരുടെ കള്ളക്കളി എന്താ? കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ അതെല്ലാം വിശ്വസിക്കുന്ന സാധാരണക്കാരായ മണ്ടന്മാരാണോ ബാക്കിയുള്ളവർ? ബീഹാറിലെ ആളുകളെ മുഴുവൻ വിഡ്ഢി കഴുതകളാക്കി, വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളാക്കിയാണ് നരേന്ദ്രമോദിയും നിതീഷ് കുമാറും വോട്ട് കൊള്ള നടത്തിയിരിക്കുന്നത്. JDUവിന്, അതായത് ഐക്യജനതാദളിന് കഴിഞ്ഞ തവണ കിട്ടിയ 8ന്റെ പണി അറിയാം. ചിരാഗിനെ മാറ്റി നിർത്താനും ചിരാഗ് പാസ്വാന്റെ LJPയെ ഒരു രീതിയിലും അടുപ്പിക്കാതിരിക്കാനും നിതീഷ് പഠിച്ച പണി 18 നോക്കി എന്നുള്ളത് ഓർമ്മിക്കണം. മോദിയുടെ ഹനുമാനാണ് താൻ എന്ന് പറഞ്ഞാണ് ചിരാഗ് പാസ്വാൻ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രചരണം നടത്തിയത്. ഇത്തവണ പക്ഷേ കളി മാറ്റിപ്പിടിച്ചാണ് BJP കളിച്ചത് എന്ന് ഓർമ്മിക്കണം. കാരണം ഐക്യജനതാദളിനെ ചിരാഗിനെ കൊണ്ട് അള്ളുവെപ്പിച്ചാൽ തിരിച്ചും പണി കിട്ടും എന്ന് കൃത്യമായി അറിയാം. ഒന്നാമത്തെ കാര്യം, വലിയൊരു കള്ളക്കളി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് നടത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൂടെ നിതീഷ് കുമാർ പൊളിച്ചെടുക്കും. അങ്ങനെ ഒറ്റയ്ക്ക് വിലസാൻ മോദിയെ അനുവദിക്കില്ല എന്ന് മനസ്സിലായതോടെയാണ് ആ കളി പാടെ ഉപേക്ഷിച്ചത്. ഇന്ത്യ മുന്നണിക്ക് 35 സീറ്റേ കിട്ടിയോളെന്നും ബഹുദൂരം മുന്നിൽ NDA എത്തി 202 സീറ്റുകൾ നേടിയെന്ന് പറയുമ്പോൾ ആ സീറ്റുകൾ ഏതൊക്കെ രീതിയിൽ ഓരോ ബൂത്തുകളിലും എത്രയൊക്കെ രീതിയിലാണ് അവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്നുള്ള തെളിവുകളാണ് ഓരോന്ന് പുറത്തു വരുന്നത്. AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ തെളിവുകൾ നിരത്തുകയാണ്. അതുമാത്രമല്ല, നിരവധിയായ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർ ഈ കള്ളക്കളികളുടെ സാരാംശങ്ങൾ ഓരോന്നും പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പണ്ട് മുതലേ പറയുന്നതല്ലേ, വോട്ട് ചോരി ജനങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ എന്ന് ചോദിച്ച് മുടന്ന ന്യായം പറയുകയാണ്. പക്ഷേ BJP ഇത്രയധികം കഷ്ടപ്പെട്ട് കള്ളക്കളി കളിച്ചിട്ടും മുഖ്യമന്ത്രി പദവി കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് മോദിക്ക് സങ്കടം.